കയറിലത്തിൽ പിടിക്കാനുള്ള ഇരിപ്പല്ല. ഹല്ലേലൂയ. യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യന് മൂന്ന് പ്രാവശ്യം ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടായിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ യാക്കോബ് കല്ല് തലയണയായി വെച്ച് കിടക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവേണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുകയായിരുന്നു. വീടും നാടും ഊരും എല്ലാം വിട്ട് സകലതും തകർന്ന് തരിപ്പണമായി, നഷ്ടങ്ങൾ മാത്രം ഏറ്റുവാങ്ങി ജീവിതം തകർന്ന് തരിപ്പണമായ ഒരു മനുഷ്യനാണ് ആ ലൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് കല്ല് തലയണ വെച്ച് ഉറങ്ങുന്നത്. എന്നാൽ അന്ന് ആ ഡ്രീമിനകത്ത്, ആ സ്വപ്നത്തിനകത്ത് ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ച കണ്ട യാക്കോബിന്റെ അവസ്ഥ പിന്നെ പഴയതുപോലെ ആയിരുന്നില്ല. I completely believe when the angel of the Lord visit you, you will never be the same. When the angel of the Lord visit you, you will never be the same. എപ്പോൾ ദൈവദൂതന്മാർ നിന്നെ സന്ദർശിക്കുന്നുവോ നീ പഴയതുപോലെ ആയിരിക്കുകയില്ല. യാക്കോബിന്റെ ജീവിതത്തിൽ ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടായി. വീണ്ടും ദൂതന്മാരുടെ സന്ദർശനം യാക്കോബിന് ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ കാണുകയാണ്. വീണ്ടും ഏഞ്ചലിക് വിസിറ്റേഷൻ. 31:11 ദൈവത്തിന്റെ ദൂതൻ സ്വപ്നത്തിൽ എന്നോട് യാക്കോബേ എന്ന് വിളിച്ചു. ഞാനിതാ എന്ന് പറഞ്ഞു. ദൂതനെ കാണുക മാത്രമല്ല, ദൂതന്മാരുടെ ലാംഗ്വേജ് മനസ്സിലാക്കാൻ, ഭാഷ മനസ്സിലാക്കാനുള്ള ഗ്രേസും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണുന്നു. ദൂതന്മാർക്ക് ഭാഷയുണ്ടെന്ന് പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് വെളിപ്പെടുത്തുന്നു. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല. ഏഞ്ചലിക് ലാംഗ്വേജ്. ഏഞ്ചലിക് ലാംഗ്വേജ്. യാക്കോബ് അത് കേൾക്കുകയാണ്. താങ്ക് യു പ്രഷ്യസ് ഹോളി സ്പിരിറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മോശയ്ക്കുണ്ടായ ഏഞ്ചലിക് വിസിറ്റേഷൻ ആണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ മോശയെ ദൂതൻ സന്ദർശിക്കുകയാണ്. അവിടെ യഹോവയുടെ ദൂതൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ സാധാരണ പറയുന്നത് മുൾപടർപ്പിൽ ദൈവം മോശയെ കാത്തുനിന്നു എന്നാണ്. ശരിയാണ്, ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുന്ന, ദൈവം അയച്ചിട്ട് നിൽക്കുന്ന ദൈവദൂതൻ തന്നെയാണത്. And the angel of the Lord appeared into him. ഒരു ദൂതൻ മോശയ്ക്ക് പ്രത്യക്ഷമായി, അഗ്നിജ്വാലയിൽ പ്രത്യക്ഷമായി എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നു. ആ ഒരു എൻകൗണ്ടറോട് കൂടെ വിക്കനായ മോശ ഇസ്രായേലിന്റെ ലീഡറായി തീരുകയായിരുന്നു. Again I tell you, when the angel of the Lord visit you, you will never be the same. എപ്പോൾ ദൈവദൂതന്മാർ നിന്നെ സന്ദർശിക്കുന്നുവോ നീ പഴയ അവസ്ഥയിൽ തുടരുകയില്ല. എങ്ങനെയാണ് ചെങ്കടൽ രണ്ടായത്? നമ്മൾ ചെങ്കടൽ രണ്ടായ ഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാം, മോശ ചെങ്കടലിന് മുമ്പിൽ നിന്ന് കൈ നീട്ടി, വടി നീട്ടി പ്രാർത്ഥിച്ചു. ചെങ്കടൽ രണ്ടായി. അത്രേ നമ്മൾ വായിച്ചിട്ടുള്ളൂ, പലപ്പോഴും പലരും ശ്രദ്ധിച്ചിട്ടുള്ളൂ. എന്നാൽ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 19-20 വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇസ്രായേലിന്റെ സൈന്യത്തിന് മുൻപായി, ഇസ്രായേൽ ജനത്തിന്റെ സൈന്യത്തിന് മുൻപായി നടന്ന ദൂതൻ അവിടെ നിന്ന് മാറി. പെട്ടെന്ന് അവരുടെ മുമ്പേ നടന്ന ദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. ദൂതൻ പുറകോട്ട് പോയപ്പോൾ മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി പുറകോട്ട് പോയി. ദൂതൻ മുൻപിൽ നിന്ന് മാറിയപ്പോൾ മേഘസ്തംഭവും പുറകോട്ട് പോയി. 20-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, രാത്രി മുഴുവൻ മിസ്രയീമ്യരുടെ സൈന്യവും ഇസ്രായേലിന്റെ സൈന്യവും തമ്മിൽ അടുക്കാതെ വേണം. അത് എന്ന് വെച്ചാൽ ഏഞ്ചൽസ്. That cloud അവരുടെ മധ്യേ നിന്നു. ഇസ്രായേൽ ജനത്തിന് മേഘവും
ഇസ്രായേൽ ജനത്തിന് പ്രകാശവുമായിരുന്നു. എന്നാൽ മറ്റേ കൂട്ടർക്ക്, മിസ്രൈമ്യർക്ക് മേഘവും അന്ധകാരവുമായി. മുൻപിൽ പോയിരുന്ന ഏഞ്ചൽസ് പുറകോട്ട് പോയപ്പോൾ ആ മുൻപിൽ പോയിരുന്ന ക്ലൗഡ് പുറകോട്ട് മൂവ് ചെയ്യാണ്. ആ ഏഞ്ചലിക് എൻകൗണ്ടറിലാണ് 21-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, മോശ കടലിന്റെ മേൽ കൈ നീട്ടി. യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള കിഴക്കൻ ആ കാറ്റിന്റെ പുറകിൽ ഏഞ്ചൽസ് ഉണ്ട്. ഇന്ന് ഈ പകൽ ഞാൻ ഈ സഭായോഗത്തിൽ പറയുന്നു, ദൂതൻ നിനക്ക് വേണ്ടി ചില സൂപ്പർ നാച്ചുറൽ വഴികൾ വെട്ടുകയാണ്. ദൈവദൂതൻ നിനക്ക് വേണ്ടി ചില വഴികൾ ഇന്ന് പകൽ വെട്ടാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ മോശ ചെങ്കടലിന്റെ മുൻപിൽ കൈ നീട്ടി എന്ന് മാത്രം വായിക്കുന്നു, കാറ്റടിച്ചത് കാണുന്നു. പക്ഷെ കാറ്റടിക്കുന്നതിന് മുൻപ്, കൈ നീട്ടുന്നതിന് മുൻപ് അവിടെ മാസീവായി വെളിപ്പെട്ട ഒരു ഏഞ്ചലിക് ഗ്രൂപ്പ് ഉണ്ട്. ഹല്ലേലൂയ. ഒരു ഫറവോന്റെ സൈന്യത്തിനും ഒരു പൈശാചിക മേഖലയ്ക്കും തന്റെ ജനത്തെ അവരുടെ രോമത്തെ തൊടാൻ പറ്റാത്ത നിലകളിൽ, in the name of Jesus I decree and I declare the angelic protection in your life. I decree and declare the mighty angelic protections to your life in the name of Jesus. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സ്വർഗീയ ദൂതന്മാർ പ്രൊട്ടക്ട് ചെയ്യുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്.